Yes, previous year classes, I'm Radhika. Building inclusive learning environments എന്നുള്ളത് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിലെ 3rd യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആക്സസിബിലിറ്റി, യൂണിവേഴ്സൽ ഡിസൈനിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം കുറച്ചും കൂടെ കാര്യങ്ങൾ ഈ ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ എൻവയറൺമെന്റ്, സ്കൂൾ എൻവയറൺമെന്റിൽ എന്തൊക്കെയാ നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് യൂണിവേഴ്സൽ ഡിസൈൻ UD അല്ലെ എന്തൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. UD അപ്ലൈസ് ടു പ്രോഡക്ട്സ്, സർവീസസ് ആൻഡ് എൻവയറൺമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിനെ ശ്രദ്ധിക്കണം, സർവീസ് നമ്മൾ അവിടെ കൊടുക്കുന്ന സർവീസ് പറഞ്ഞ കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ, എൻവയറൺമെന്റ് മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ദെൻ പ്രൊമോട്ടഡ് ബൈ ഡു ഇറ്റ്, ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ ആണ് ഇത് പ്രൊമോട്ട് ചെയ്തത്, ദാറ്റ് ഈസ് ദിസ് യൂണിവേഴ്സൽ ഡിസൈൻ. ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് UDE, യൂണിവേഴ്സൽ ഡിസൈൻ ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ദെൻ കവേഴ്സ് കരിക്കുലം, ടെക്നോളജി. എന്തൊക്കെയാണ് യൂണിവേഴ്സൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എവിടെയൊക്കെയാണ് അത് ശ്രദ്ധിക്കുന്നത്, സ്കൂളിൽ കരിക്കുലം, ടെക്നോളജി, സ്റ്റുഡന്റ് ഡിവൈസസ് എക്സെട്ര. അപ്ലൈഡ് ടു ഓൺലൈൻ ആൻഡ് ഫിസിക്കൽ ലേണിംഗ് സ്പേസസ്. നമുക്ക് ഇപ്പം അറിയാം ഈ പാൻഡമിക്, അതായത് പോസ്റ്റ് കോവിഡ് എറയിൽ ഓൺലൈൻ എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷനും ഇതുപോലെ തന്നെ ആക്സസിബിൾ ആയിരിക്കണം ഫോർ ദി ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ. 3 sets of principles in UD ആപ്ലിക്കേഷൻ. ഏതൊക്കെയാണ്? UD പ്രിൻസിപ്പിൾ 7 ഫോർ ഡിസൈൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, 7. പിന്നെ UDL പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് UDL, 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. Then UD principles for technology, 4 principles are there. Combine all for holistic application. ഇതെന്തിനാണ്? ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദീസ് മീൻസ് ഡിസേബിൾഡ് പീപ്പിൾ, ഫോർ ഇൻക്ലൂഷൻ. സിംപ്ലിഫൈസ് ഇൻക്ലൂസീവ് ഡിസൈൻ പ്ലാനിങ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അല്ലെ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, UDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡെവലപ്ഡ് ബൈ കാസ് ബേസ്ഡ് ഓൺ ന്യൂറോ സയൻസ്. ഓക്കെ, ന്യൂറോ സയൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ UDL ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ സൈക്കോളജി ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ്സ് ഫോർ ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. ഓക്കെ, അതായത് ഈ പല ആളുകൾക്ക് പലതരത്തിലുള്ള ലേണിംഗ് നീഡ്സ് ആണ് ഉണ്ടാവുക, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബിൽറ്റ് ഇൻ ടു കരിക്കുലം ഡിസൈൻ, നോട്ട് ആഡഡ് ലേറ്റർ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ കുട്ടികളെയും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ദിയർ സൈക്കോളജി. ദെൻ പിന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ വി ഷുഡ് ഹാവ് ടു ആഡ് ഇറ്റ്. UDL പ്രൊമോട്ട്സ് ഇക്വിറ്റബിൾ അച്ചീവ്മെന്റ്. എന്തിനാണിത്? ഇക്വാലിറ്റി അല്ലെ, എല്ലാവരും ഒരുപോലെ ഈക്വൽ ആയിട്ട് അച്ചീവ് ചെയ്യണം ദ കരിക്കുലം. ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ ടീച്ചിങ്. ടീച്ചിങ് മെത്തേഡും എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, അതായത് പഠിക്കുന്ന കുട്ടിയല്ല, മീൻസ് ഏബിൾഡ് ആയിട്ടുള്ള, നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും ഒരേ രീതിയിൽ കാണരുത്, ഇവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ടീച്ചിങ് ആണ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെന്റ്. അതായത് പല രീതിയിൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. സ്റ്റിമുലേറ്റ് സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ്. കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് ക്ലാസ് റൂമിൽ. ഓഫർ ചോയ്സസ് ആൻഡ് വെറൈറ്റി. അവരുടെ ചോയ്സിനനുസരിച്ച് വെറൈറ്റികളൊക്കെ കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ചിലപ്പോൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റിക്കോളന്നില്ല, അവർ പറയാം, സ്പീച്ചാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പറഞ്ഞാൽ മതി എന്ന് പറയാം. അപ്പൊ അതാണ് ചോയ്സ് കൊടുക്കുക. ഓക്കെ, ദെൻ ഇവാലുവേഷനും പരീക്ഷയുടെ സമയത്ത്. അഡ്രസ് മോട്ടിവേഷൻ ആൻഡ് പെർസിസ്റ്റൻസ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എൻഗേജ് ത്രൂ റിയൽ വേൾഡ് റെലവൻസ്. കാരണം റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുക, കാരണം അവർ നാളെ സമൂഹത്തിൽ പോയി ജീവിക്കേണ്ട ആളുകളാണ്. സോ പ്രൊമോട്ട് ദം ഓൺ ദ റിയൽ വേൾഡ് ഗ്രൗണ്ട്സ്. എൻകറേജ് കൊളാബറേറ്റീവ് ലേണിംഗ്. അതുപോലെ തന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് ഇൻ ദ സെൻസ് ടെക്നോളജി അസിസ്റ്റ് ചെയ്തിട്ടുള്ള ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക.
ദെൻ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റിപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ പ്രസന്റ് ഇൻഫർമേഷൻ ഇൻ ഡിഫറെന്റ് വേസ്, പല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ആ രീതികൾ വിഷ്വൽ, ഓഡിയോ, ടാക്ടൈൽ മെറ്റീരിയൽസ്, എല്ലാവരും മെറ്റീരിയൽസ് അല്ലെ, അതായത് ഇവരെല്ലാം ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ക്ലാരിഫൈ വൊക്കാബുലറി ആൻഡ് സിംബൽസ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു ക്ലാരിഫൈ ദാറ്റ്. ചിലപ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ആളുകൾക്ക് ചില ഇത് നമ്മൾ വിഷ്വൽസ് കാണിച്ചു കൊടുത്താൽ മനസ്സിലായിക്കോളുന്നില്ല. അപ്പൊ അവർക്കത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എന്താണെന്നുള്ളത്. നിങ്ങൾ ഹെലൻ കെല്ലറിന്റെ സ്റ്റോറി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഹെലൻ കെല്ലറിന് നല്ലൊരു ടീച്ചർ ഉള്ളത് കൊണ്ടാണ് നല്ല രീതിയിൽ എത്താൻ പറ്റി എന്നൊക്കെ മുപ്പത്തേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം, വാട്ടർ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്താ വാട്ടർ, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താന്ന് അറിഞ്ഞില്ല. അപ്പൊ ടീച്ചർ വാട്ടർ എന്ന് പറഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു, വെള്ളം അല്ലെ, പൈപ്പ് തുറന്നിട്ട് കൈ കാണിച്ചു, ദിസ് ഇസ് വാട്ടർ. അപ്പോഴാണ് അവർക്ക് ആ ഒരു ഫീല് വരുന്നത്. അതുപോലത്തെ ടീച്ചിങ് മെത്തേഡൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. സപ്പോർട്ട് ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ്, എയ്ഡ് കോംപ്രിഹെൻഷൻ ആൻഡ് റിറ്റൻഷൻ. കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ അല്ലെ, അലോ സ്റ്റുഡൻസ് ടു ഡെമോൺസ്ട്രേറ്റ് ലേണിംഗ് ഇൻ വാരിഡ് വേസ്. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലായ കാര്യം എല്ലാവർക്കും എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല അല്ലെ, അപ്പൊ അവർ പറഞ്ഞാൽ മതി. അപ്പൊ ഓറൽ, റിട്ടൺ, ആർട്ടിസ്റ്റിക്കൽ, ഡിജിറ്റൽ, അപ്പൊ പല രീതിയിൽ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയല്ല. യൂസ് അസിസ്റ്റീവ് ടെക്നോളജീസ് അല്ലെ, ചിലപ്പം ടെക്നോളജി അവർ ടെക്നോളജിക്കൽ ഡിവൈസസ് ഇല്ലാതെ അവർക്ക് ചിലപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ മൊബൈൽ ഫോൺ ഇല്ലാതെ ചിലപ്പോൾ വിഷ്വലി ചലച്ചിലായിട്ടുള്ള ആളുകൾ ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. മീൻസ് അവർ ആ രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം ക്ലാസ്സുകൾ, കാരണം അവർക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് നമ്മൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ടെക്നോളജിയുടെ ഉപയോഗം നമ്മൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക തന്നെ വേണം. എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ കുട്ടികളിൽ വർദ്ധിപ്പിക്കാം. റെഡ്യൂസ് പെർഫോമൻസ് ആങ്സൈറ്റി. കുട്ടികൾക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക അല്ലെ, അവരുടെ ആങ്സൈറ്റി കുറയ്ക്കുക. ദെൻ WCAG ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇവർക്ക് ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള യൂണിവേഴ്സൽ ഡിസൈൻ ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി എന്തൊക്കെയാണ്. ക്രിയേറ്റഡ് ബൈ വെബ് ആക്സസിബിലിറ്റി ഇനീഷ്യേറ്റീവ്, അവരാണത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ എൻഷുർ വെബ്സൈറ്റ്സ് ആൻഡ് ഡിജിറ്റൽ ടൂൾസ് ആർ ആക്സസിബിൾ, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ തന്നെ 4 core principles are there: perceivable, operable, understandable, robust. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ, പെർസീവ് ചെയ്യുക പറഞ്ഞു വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ആസ് ടീച്ചേഴ്സ് വി ഷുഡ് ഹാവ് ടു എൻഷുർ. ടെക്നോളജി ഓക്കെ സപ്പോർട്ട്സ് യൂസേഴ്സ് വിത്ത് ഡിസാബിലിറ്റീസ് ആൻഡ് ലാംഗ്വേജ് ലേണേഴ്സ് അല്ലെ, കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുക. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഒരു കുട്ടി വന്നിരുന്നു ഇപ്പൊ ഒരു 2 weeks ago. ആ കുട്ടിക്ക് കണ്ണ് കാണില്ല. ഓക്കെ, അവളുടെ പേര് അൻഷി. ഓക്കെ, ഇവിടെ അടുത്തുള്ള തന്നെ കുറെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് കണ്ണ് കാണില്ലെങ്കിലും 13 ലാംഗ്വേജസ് ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും പറയാനും പറ്റും. 13 ലാംഗ്വേജസ്. അപ്പൊ ആ കുട്ടി പറഞ്ഞത് ടെക്നോളജി ഉണ്ടെന്ന്, നമുക്ക് കണ്ണ് കണ്ടിട്ട് തന്നെ നമുക്ക് 2 ലാംഗ്വേജ് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കണ്ണ് കാണാതെയാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്രേറ്റ്നെസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിരിക്കുക അല്ലെ, എത്ര എഫേർട്ട്. അപ്പൊ അവർ പറയുന്നത് ടെക്നോളജി ഈസ് ദെയർ, വി ഹാവ് ടു ആക്സസ് ടെക്നോളജി അല്ലെ. വെബ് കണ്ടന്റ്, ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ്. അപ്പൊ കുറെ ഗൈഡ് ലൈൻസ് ആർ ദെയർ. വെബ് കണ്ടന്റ് എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളത് അത് അവരെ പഠിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് അവർക്കത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റി കൊടുക്കുക, അതിനെ അസിസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ടീച്ചർ നൗ ഡേയ്സ്. ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ടെക്നോളജി ഉണ്ട്. എല്ലാ കാര്യം നമ്മൾ ഇങ്ങനെ തത്തമ്മയെ പൂച്ച പോലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ എവിടുന്ന് കിട്ടും എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടീച്ചറിന്റെ റോള്. നമ്മൾ പറഞ്ഞു ടീച്ചർ ഈസ് നോ മോർ എ ടീച്ചർ, എല്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ ദാറ്റ് ഇസ് ഹി ഓർ ഷീ ഈസ് എ ഫെസിലിറ്റേറ്റർ ഓർ എ ഗൈഡ് ഇൻ ദ ക്ലാസ് റൂം അല്ലെ. സപ്പോർട്ട്സ് യൂസേഴ്സ് വിത്ത് ഡിസാബിലിറ്റീസ് ആൻഡ് ലാംഗ്വേജ് ലേണേഴ്സ്. അതാണ് ലാംഗ്വേജ് ലേണേഴ്സിനൊക്കെ. അപ്പൊ അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇസെൻഷ്യൽ ഫോർ ഇൻക്ലൂസീവ് ഡിജിറ്റൽ ലേണിംഗ്.
അതുപോലെ തന്നെ ഡിജിറ്റൽ ലേണിങ്ങിന്, ഇൻക്ലൂസീവ് ഡിജിറ്റൽ ലേണിങ്ങിന്, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഒരു ഡിജിറ്റൽ ലേണിംഗ് അല്ലെ. ഇൻ ദിസ് ഡിജിറ്റൽ എറ വിത്തൗട്ട് ഡിജിറ്റൽ ഡിവൈസസ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ കംപ്ലീറ്റഡ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിന് WCAG പ്രിൻസിപ്പിൾ ഫസ്റ്റ് വൺ ആണ് പെർസീവബിൾ അല്ലെ. WCAG പറഞ്ഞാൽ വെബ് കണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, കണ്ടന്റ് ഷുഡ് ബി ഡിറ്റക്റ്റബിൾ ബൈ ഓൾ സെൻസസ്. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഓഡിയോ കണ്ടന്റ് കൊടുക്കണം അല്ലെ. അതാണ് ഇൻക്ലൂഡ് ടെക്സ്റ്റ്, ആൾട്ടർനേറ്റീവ്സ്, ക്യാപ്ഷൻസ്, ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ്. ഇതിൽ വേണം എല്ലാ സെൻസിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികൾക്ക്. അഡാപ്റ്റ്സ് ടു ഡിവൈസ് ആൻഡ് എൻവയറൺമെന്റ്. കുട്ടികൾക്ക് ആ ഡിവൈസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചുറ്റുപാടുകൾ മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ചിട്ടുണ്ടോ നമ്മൾ എൻഷുർ ചെയ്യാം. ആൾട്ട് ടെക്സ്റ്റ് ഫോർ ഇമേജസ് അല്ലെ. അതായത് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ കീബോർഡ് ഡിഫറെന്റ് ആയിരിക്കും, അവർക്ക് തൊട്ട് കഴിഞ്ഞാലാണ് മനസ്സിലാവേണ്ടത് ഓരോ കേസും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം. പ്രിവെന്റ്സ് എക്സ്ക്ലൂഷൻ ഫോർ സെൻസറി ഇംപയർഡ് യൂസേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് എന്താ പറയാ, നിങ്ങൾക്ക് കണ്ണാണില്ലല്ലോ അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലാതെ അവർക്ക് പറ്റുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ വെബ് കണ്ടന്റ് റിസോഴ്സുകൾ ഉണ്ട്, ഗൈഡ് ലൈൻ ഉണ്ട്. അത് മനസ്സിലാക്കി എങ്ങനെയൊക്കെ അവർക്കും കൂടെ ആക്സസിബിൾ ആക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓപ്പറബിൾ, അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്റർഫേസ് മസ്റ്റ് ബി നാവിഗേറ്റബിൾ ആൻഡ് യൂസബിൾ, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റണം. കീബോർഡ് നാവിഗേഷൻ ആൻഡ് വോയിസ് കമാൻഡ്സ് അല്ലെ. ഇപ്പോൾ കൈയില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ മൗസ് ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, വോയിസ് കമാൻഡിലൂടെ അവർക്ക് ഇൻപുട്ട് കൊടുക്കാം. ടൈം ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്, അതായത് ഇപ്പൊ നമ്മൾ അറിയാം എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എഴുതാൻ പറ്റില്ല, അപ്പൊ ഒരു സ്ക്രൈബ് വേണ്ടി വരും. ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് വേറൊരാളാണ് എഴുതുന്നത്, അപ്പൊ അതിന് കുറച്ചും കൂടെ ടൈമൊക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും 2 മണിക്കൂർ എക്സാം എന്ന് പറയുമ്പോൾ അവർക്ക് 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴും അവർക്ക് കുറച്ച് വോയിസ് സമയം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. മെനു ആക്സസിബിൾ ബൈ ടാബ് കീ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെ. അതുപോലെ തന്നെ കൺട്രോൾ X കൊടുത്ത കട്ടാണ്, കൺട്രോൾ V കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറെ നമുക്ക് ഷോർട്ട് കട്ട്സ് അറിയാം, അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. സപ്പോർട്ട്സ് ഓൾ ഫിസിക്കൽ എബിലിറ്റീസ്. ദെൻ തേർഡ് പ്രിൻസിപ്പിൾ ആണ് അണ്ടർസ്റ്റാൻഡബിൾ, മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. കോണ്ടന്റ് ആൻഡ് ഇന്റർഫേസ് മസ്റ്റ് ബി കോംപ്രിഹെൻസിബിൾ, മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം കോണ്ടന്റ് ഡിസൈൻ ചെയ്യേണ്ടത്. യൂസ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രെഡിക്റ്റബിൾ ഡിസൈൻ. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ ആയിരിക്കണം, അവർക്ക് കൺഫ്യൂസിങ് ആയിരിക്കരുത്. ഓക്കെ, എറർ സജഷൻസ് ആൻഡ് ഇൻപുട്ട് ഹെൽപ്പ്. അതുപോലെ തന്നെ അവർക്ക് എറർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുക. അതായത് വെബ് റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, IT റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൺസിസ്റ്റന്റ് നാവിഗേഷൻ, അവരുടെ അടുത്ത് പോയിട്ട് എപ്പോഴും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ സമയത്ത് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. പ്രിവെന്റ്സ് യൂസർ കൺഫ്യൂഷൻ, അവർക്കുള്ള കൺഫ്യൂഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക, ഇല്ലാതെയാക്കുക. അതുപോലെ തന്നെ റോബസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടന്റ് മസ്റ്റ് ബി കമ്പാറ്റബിൾ വിത്ത് വേരിയസ് ഡിവൈസസ്. അതായത് നമുക്കറിയാം HTML CSS കോഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള അപ്പൊ അവർക്ക് ഏതാണ് ആക്സസിബിൾ ആവാൻ പറ്റുന്നത്, ഏതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ വെബ് റിസോഴ്സസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടം എന്നുള്ളത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. compatible with screen readers and browsers അല്ലെ. അതുപോലെ തന്നെ സ്ക്രീൻ റീഡേഴ്സും ഒക്കെ ഉണ്ടായിരിക്കണം, വോയിസ് കമാൻഡ് കൊടുക്കാൻ പറ്റണം. സപ്പോർട്ട്സ് ലോങ് ടേം ആക്സസിബിലിറ്റി. അപ്പൊ അതന്നെ അവർക്ക് എന്താണ്, ഒരുപാട് കാലം അതായത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബ്രൗസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം, മീൻസ് അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. പിന്നെ അതുപോലെ ടെക്നോളജീനെ പറ്റിയിട്ട് അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക. അതിലവരെ ടെക്നോളജി ഇല്ലാതെ, ഇന്നത്തെ കാലത്ത് ടെക്നോളജി കൊണ്ട് ഇവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഏറ്റവും വേണ്ടത് ടെക്നോളജിയാണ്, അതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ കമ്പയറിംഗ് ദ 3 UD സെറ്റ്സ്, ഏതൊക്കെയാണത്? യൂസ് ഓൾ പ്രിൻസിപ്പിൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ പ്രിൻസിപ്പിൾസ് സെറ്റ്സ് ടുഗെദർ ഇൻ എഡ്യൂക്കേഷൻ അല്ലെ. പെർസീവബിൾ ഉണ്ടാവണം, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, ഓപ്പറബിൾ ആയിരിക്കണം,
അല്ലെ? മേക്ക് സ്പേസസ് ടീച്ചിങ് ആൻഡ് ടെക് ഇൻക്ലൂസീവ്. ടെക്നോളജി ഇല്ലാതെ നമുക്ക് ഇവരെ പഠിപ്പിക്കാൻ പറ്റില്ല. സോ ടെക്നോളജി, ടീച്ചർ ഷുഡ് ഓൾവേസ് ബി അവെയർ ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് ടെക്നോളജി. പ്രാക്ടീഷണേഴ്സ് ഫോളോ 3 key guidelines. എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ വേസ് ടു ലേൺ ആൻഡ് ഷോ ലേണിംഗ്. പല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ വേസ് ടു എൻഗേജ്. കുട്ടികളെ പല രീതിയിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ഒരേ രീതിയിൽ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് പേജ് നമ്പർ 30 എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുകയല്ല ചെയ്യാം. അത് എങ്ങനെയാണ് ഇവരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത് ടീച്ചർ ഷുഡ് ഹാവ് ടു ഐഡന്റിഫൈ. ടീച്ചർ ഷുഡ് ബി ക്രിയേറ്റീവ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മൈൻഡ് ബ്ലോഗിങ്, അല്ലെ, ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടത്തേണ്ടി വരും. ദെൻ ആക്സസിബിലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ആൻഡ് സ്ട്രാറ്റജീസ്. എല്ലാ രീതിയിലുള്ള റിസോഴ്സസും ടെക്നോളജിയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇവർക്കത് ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. എക്സാമ്പിൾസ് ഓഫ് UD ഇൻ എഡ്യൂക്കേഷൻ. യൂണിവേഴ്സൽ ഡിസൈൻ ഇൻ എഡ്യൂക്കേഷൻ. അപ്ലൈ UD, യൂണിവേഴ്സൽ ഡിസൈൻ ടു ക്ലാസ് ഡിസൈൻ. ലെക്ചറിലും ആക്ടിവിറ്റിയിലും ടെക്നോളജിയിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവരിക. ഡിസൈൻ ഷുഡ് ബി ഇൻക്ലൂസീവ് ഫ്രം ദി സ്റ്റാർട്ട്, അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള ഒരു ടെക്നോളജി, അല്ല, ഈ രീതിയിലുള്ള ആളുകൾ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ് ഡിസൈൻ ചെയ്തിട്ടത്, അല്ലാതെ പിന്നെ കൂട്ടിച്ചേർക്കുകയല്ല. കമ്പൈൻ UD, UDL ആൻഡ് WCAG പ്രിൻസിപ്പിൾസ്, അല്ലെ? യൂണിവേഴ്സൽ ഡിസൈൻ ഇൻ ലേണിംഗ് ആൻഡ് വെബ് കണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ് പ്രിൻസിപ്പിൾസ്, WCAG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കരിക്കുലം മെത്തേഡ്, അല്ലെ, ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ലാബ് ഡിസൈൻ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അതുപോലെ തന്നെ ലാബും ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് കുട്ടികൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ഇൻക്ലൂസീവ് ക്ലാസ്സസ് ബെനിഫിറ്റ് ഓൾ ലേണേഴ്സ്. ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല, മറ്റുള്ള കുട്ടികൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് UD ഇൻസ്ട്രക്ഷൻ. ഇൻക്ലൂസീവ്നെസ്, വാല്യൂ ഡൈവേഴ്സിറ്റി. അതായത് നമുക്കറിയാം അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ഫിസിക്കൽ ആക്സസ് കൊടുക്കുക, അവർക്ക് എന്താണ് പറയാ, എല്ലാ മെറ്റീരിയൽസും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അവർക്ക് ക്ലാസ് റൂമിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വരാൻ പറ്റുന്നുണ്ടോ, ഇരിക്കാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, ഡെലിവറി മെത്തേഡ്സ്. യൂസ് വാരിഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ഒക്കെ മാറ്റുക. ഇന്ററാക്ഷൻ, പ്രൊമോട്ട് ആക്സിബിൾ കമ്മ്യൂണിക്കേഷൻ. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടടുത്ത് അത് തന്നെ കൊടുക്കുക. ആൻഡ് അവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. പറഞ്ഞ ടീച്ചർ ഒരു റേഡിയോ ആവരുത്, അവരെയും കൂടെ കേൾക്കാം. പിന്നെ ഫീഡ്ബാക്ക്, പ്രൊവൈഡ് ടൈംലി സ്പെസിഫിക് ഇൻപുട്ട്. അവരെ വേണ്ട സമയത്ത് അസിസ്റ്റ് ചെയ്യുക. പിന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് UD ഇൻസ്ട്രക്ഷൻ. ഇനി നമുക്ക് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് അസസ്മെന്റ്, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളെ മനസ്സിലാക്കണം. അതായത് കൂടുതൽ പല രീതിയിലുള്ള ഇവാലുവേഷൻ മെത്തേഡ്സ് ചിലപ്പോൾ ഫോളോ ചെയ്യേണ്ടി വരും. നോർമൽ ആയിട്ടുള്ള കുട്ടിക്കും കണ്ണ് കാണാത്ത കുട്ടിക്കും ചെവി കേൾക്കാത്ത കുട്ടിക്കും ഒരേ രീതിയിൽ എക്സാം നടത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻ അസസ്മെന്റ് ഈസ് നീഡഡ്. അതുപോലെ തന്നെ പ്രിപ്പയർ ഫോർ ഇൻഡിവിജ്വൽ നീഡ്സ്. ഓരോരുത്തരുടെ നീഡിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യേണ്ടത്. റെഡ്യൂസ് നീഡ് ഫോർ ലേറ്റർ അഡാപ്റ്റേഷൻസ്, അല്ലെ? അതായത് നമ്മൾ പിന്നെയല്ല, ബിഗിനിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുക. ദാറ്റ് ഈസ് ദി എസൻസ് ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ. ആക്സസിബിലിറ്റി പോലെയല്ല. ഇൻക്ലൂഡ് എവറി വൺ ഫ്രം ദ ബിഗിനിങ്. ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ. അതായിരിക്കണം ഒരു ടീച്ചറിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, എഫിഷ്യൻസി ആൻഡ് സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞത്? UD ഫോസ്റ്റേഴ്സ് ഇൻക്ലൂസീവ്, യൂണിവേഴ്സൽ ഡിസൈൻ ഫോസ്റ്റേഴ്സ് ഇൻക്ലൂസിവിറ്റി ഇൻ എഡ്യൂക്കേഷൻ, അല്ലെ? കമ്പൈൻസ് ഡിസൈൻ, പെഡഗോജി ആൻഡ് ടെക്നോളജി. എല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണ്ട ഒരു എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇൻ ഓർഡർ ടു ഇൻക്ലൂഡ് ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ലൈക്ക് ദീസ് കൈൻഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ദാറ്റ് ഈസ് ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ. സപ്പോർട്ട്സ് ലേണേഴ്സ് ഫോർ ഓൾ ഡിസബിലിറ്റീസ്, അല്ലെ? എല്ലാ എബിലിറ്റി ഉള്ള ആളുകളെയും എബിലിറ്റി ഇല്ലാത്ത ആളുകളെല്ലാം ഒരുപോലെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. അവർക്ക് എൻകറേജസ് പ്രോ ആക്റ്റീവ് നോൺ റിയാക്റ്റീവ് ടീച്ചിങ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ബിൽഡ്സ് ഇറ്റ് ട്രൂലി ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ്. ടീച്ചർ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ് അതുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളുടെ 3rd യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതോടൊപ്പം
എന്താണ് നോട്ട്സ്, അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്ന സമയത്ത് നോട്ട്സ് എഴുതുക. ഓക്കെ, പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ഇന്ററാക്റ്റീവ് ആവും. അപ്പൊ ഓൺലൈൻ ആണെങ്കിലും കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല കുറച്ചും കൂടി ഒരു എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റി. നമുക്ക് എപ്പോഴും എക്സാമിന് പോയിട്ട് അങ്ങോട്ട് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ എഴുതാൻ കിട്ടിക്കൊള്ളുന്നില്ല. അതിനു മുമ്പ് ഒന്ന് എഴുതി പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇറ്റ്സ് അഡ്വൈസ്. പറഞ്ഞു കഴിഞ്ഞൊരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാൻ, എഴുതി പഠിക്കേണ്ട കാര്യം പഠിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു.